മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷാ. 2019 ജൂലൈ 8. മനുഷ്യാവകാശ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ജൂലൈ 8 അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. എന്നാണ് 2019 ജൂലൈ 8 അമിത് ഷാ അവതരിപ്പിച്ചു. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 19, ജൂൺ 8 അവതരിപ്പിച്ചു, ജൂലൈ 19 പാസ്സാക്കി. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 19, രാജ്യസഭ പാസ്സാക്കിയത് 22, ജൂലൈ 22 രാഷ്ട്രപതി അത് ഒപ്പുവെച്ചു 27. അപ്പോൾ ജൂലൈ 8, ജൂലൈ 19, ജൂലൈ 22, ജൂലൈ 27 അവതരിപ്പിച്ചത് 2019 ജൂലൈ 8. ലോക്സഭ പാസ്സാക്കിയത് ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 19. ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 22. ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ യോഗ്യത എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ഈ ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറ്റേത് സുപ്രീം കോടതിയാണെങ്കിൽ, ദേശീയം വരുമ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ, സംസ്ഥാനം വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷത്തിനുള്ളിൽ ഭരണത്തിൽ ഇരിക്കെ 70 വയസ്സായാൽ കാലാവധി തീരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പ്രായോഗിക വിവരമുള്ളവരായിരിക്കണം. ഇതിൽ ഒരാൾ നിർബന്ധമായും വനിതയായിരിക്കണം. ഒന്നാലോചിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളായിരിക്കുന്നത് 3 അംഗങ്ങളായിട്ടുള്ളവരിൽ 3 പേർ, 5 പേരാണ് മൊത്തം അംഗങ്ങൾ. അപ്പോൾ ചെയർമാനെ കൂടാതെ 5 പേരുണ്ട്. അപ്പം അതിനകത്ത് 3 പേർ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പ്രായോഗിക വിവരമുള്ളവരായിരിക്കണം. അതിലൊരാൾ നിർബന്ധമായും വനിതയായിരിക്കണം. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. നിയമനത്തിന് അർഹരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ഇത് ബാധകമല്ല. പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. എന്തൊക്കെയാണ്? പുതിയ ഭേദഗതി പ്രകാരം ദേശീയ
മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ: ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്.